മിഠായികളും വീഡിയോ ഗെയിമുകളും നൽകി വീട്ടിനുള്ളിലേക്ക് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ വിളിച്ചുവരുത്തി പീഡിപ്പിച്ച ദമ്പതികൾക്ക് വധശിക്ഷ വിധിച്ച് കോടതി. ജലസേചന വകുപ്പിലെ മുൻ ജൂനിയർ എഞ്ചിനീയർ രാം ഭവൻ, ഭാര്യ ദുർഗാവതി എന്നിവരെയാണ് ഭന്തയിലെ പ്രത്യേക പോക്സോ കോടതി തൂക്കിലേറ്റാൻ വിധിച്ചത്. അയൽവാസികളുടെയും പരിചയക്കാരുടെയും മക്കളായ 5 മുതൽ 16 വയസ്സുവരെയുള്ള 33 ആൺകുട്ടികളാണ് ഇവരുടെ ക്രൂരതയ്ക്ക് ഇരയായത്. നാടിനെ നടുക്കിയ പീഡനക്കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി നിരീക്ഷിച്ചു. വെറുമൊരു പീഡനക്കേസ് എന്നതിലുപരി ഇതൊരു വൻകിട റാക്കറ്റാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. മിഠായികൾ, പണം, കളിപ്പാട്ടങ്ങൾ, വീഡിയോ ഗെയിമുകൾ എന്നിവ നൽകിയാണ് കുട്ടികളെ വശീകരിച്ചിരുന്നത്. 2010 മുതൽ 2020 വരെയാണ് 5 മുതൽ 16 വയസ്സുവരെയുള്ള 33 കുട്ടികളെ ഇവർ പീഡനത്തിന് ഇരയാക്കിയത്. പീഡന ദൃശ്യങ്ങൾ മൊബൈലിലും ക്യാമറയിലും പകർത്തി ഡാർക്ക് വെബ് വഴി വിദേശ രാജ്യങ്ങളിലേക്ക് വൻ തുകയ്ക്ക് വിൽക്കുകയായിരുന്നു ഇവരുടെ പ്രധാന രീതി. പീഡനത്തിനിരയായ കുട്ടികളിൽ പലർക്കും സ്വകാര്യ ഭാഗങ്ങളിലും കണ്ണുകളിലും ഗുരുതരമായ പരിക്കുകൾ പറ്റിയിരുന്നു. പലരും മാസങ്ങളോളം ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ഡാർക്ക് വെബിലെ ബാലപീഡന ദൃശ്യങ്ങളെക്കുറിച്ച് ഇന്റർപോൾ നൽകിയ രഹസ്യ വിവരമാണ് കേസിൽ നിർണായകമായത്. തുടർന്ന് CBI നടത്തിയ റെയ്ഡിൽ ദമ്പതികളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് ഞെട്ടിക്കുന്ന തെളിവുകളായിരുന്നു. പ്രതികൾ ചെയ്ത കുറ്റം അങ്ങേയറ്റം ക്രൂരമാണെന്ന് വിലയിരുത്തിയാണ് കോടതി ഇരുവരെയും വധശിക്ഷയ്ക്ക് വിധിച്ചത്. ഡാർക്ക് വെബിലെ ബാലപീഡന ദൃശ്യങ്ങളെക്കുറിച്ച് ഇന്റർപോൾ നൽകിയ വിവരത്തെ തുടർന്ന് CBI നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 8 ലക്ഷം രൂപ, 12 മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവുകൾ എന്നിവയും CBI കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയിൽ പീഡന ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. 2020 ഒക്ടോബർ 31 ഇവർക്കെതിരെ FIR സമർപ്പിച്ചു. 2021 ഫെബ്രുവരിയിൽ കുറ്റപത്രം നൽകി. പീഡനത്തിനിരയായ 25 കുട്ടികളെ പരിശോധിച്ചത് എയിംസിലെ ഡോക്ടർമാരാണ്. ഇവർ നൽകിയ മെഡിക്കൽ റിപ്പോർട്ടുകളും ഫോറൻസിക് പരിശോധനയിലെ ഡിജിറ്റൽ തെളിവുകളുമാണ് കേസിൽ നിർണായകമായത്. കുട്ടികൾ അനുഭവിച്ച പീഡനം ശാരീരികമായും മാനസികമായും കടുത്ത ആഘാതമേൽപ്പിക്കുന്നതാണെന്ന് കോടതി നിരീക്ഷിച്ചു. കുറ്റകരമായ ഗൂഢാലോചന, ലൈംഗിക അതിക്രമം, കുട്ടികളെ അശ്ലീല ദൃശ്യങ്ങൾക്കായി ഉപയോഗിക്കൽ തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ വിധിച്ചത്. പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇവർക്കെതിരെ കേസുണ്ട്. സാധാരണഗതിയിൽ പോക്സോ കേസിൽ വധശിക്ഷ വിധിക്കുന്നത് അപൂർവമാണ്. എന്നാൽ ഈ കേസിൽ കുട്ടികൾക്കെതിരെ നടന്നത് ക്രൂരമായ ലൈംഗിക അതിക്രമമാണ്. പീഡനത്തിന് പുറമെ ദൃശ്യങ്ങൾ പകർത്തി സാമ്പത്തിക ലാഭത്തിനായി വിദേശ രാജ്യങ്ങളിൽ വിതരണം ചെയ്തതും കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായ ഗണത്തിൽ പെടുത്താവുന്നതാണ്. വധശിക്ഷയ്ക്ക് പുറമെ ഇരകളായ 33 കുട്ടികൾക്കും 10 ലക്ഷം രൂപ നൽകാനും വിധിയിൽ പറയുന്നു.